ഹായ്. അപ്പം മടവേലിയിൽ നിന്ന് ഗുഡ് ബൈ. 86 ദിവസം കറക്റ്റ് ഇന്നേക്ക് 86ാമത്തെ ദിവസം മടവേലിയിൽ നിന്ന് ഗുഡ് ബൈ ആണ്. അപ്പം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളെ, നല്ല ആളുകളെ ഇവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഡൈവിലായാൽ പോലും വളരെ ഡിഫറെൻറ്റ് ഡൈമെൻഷനുള്ള ഡൈവൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഹാപ്പിയാണ്. എന്താ പറയുക, ഇതൊരു മടവേലി വളരെ നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പേഴ്സണലിയും അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷണലിയും കുറേ കാര്യങ്ങൾ പഠിക്കാൻ ഇവിടുന്ന് പറ്റി. ഇനിയിപ്പം തിരിച്ചിങ്ങോട്ടേക്ക് ഒരു വരവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സംശയമാണ്. എന്നാലും കുഴപ്പമില്ല, ലെറ്റ്സ് സീ. എന്നെ ഇപ്പോൾ കൊണ്ടുവിടാൻ ഹെവി വന്നിട്ടുണ്ട്. സുബിൻ ഡ്യൂട്ടിയിലുള്ളത്. സോ ബോട്ട് ഇപ്പോൾ 8 മണിക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോട്ടിന് വേണ്ടി കാത്തിക്കുന്നു. അപ്പം ഇനി എങ്ങോട്ടാണ് എന്നുള്ളത് സർപ്രൈസാണ്. ഇതോ അങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പം കാണാം. നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളൊരു സ്ഥലം കൂടിയാണ്. ഓക്കെ, എന്നാ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോവാണ്. അപ്പോ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് സ്കൂളിൽ പോകണം, പണിയെടുക്കണം, മടി വിചാരിക്കരുത്. അതേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ജിയ ഗുഡ് ബൈ. അപ്പൊ ഇനി കാണുമ്പോ കാണാം. നമ്മൾ മടവേലി രക്ഷപ്പെടുമെന്ന് ഞാൻ പറയാം. മടവേലി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോണം. അപ്പോ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാല് നമ്മൾ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നടക്കുമെങ്കിൽ ബുക്ക്, ജിയുടെ ഒരു ബുക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തേക്ക് തിരിച്ചു. ഞങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടുവന്നില്ല. ഉത്തരവാദിത്തമുള്ളവർ രാവിലെ വരണം. രാവിലെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നേരം. പിന്നെ കിടന്ന് കണ്ടുവർക്കത്തൊരു 8 മണിയായതാ. അല്ല, എന്തെങ്കിലും പറയാനുണ്ടേ പറ. ഇനിയിപ്പോ ചിലപ്പോ കണ്ടില്ലെങ്കിലോ? ഭയങ്കര സങ്കടം കൊണ്ട് ഇന്നലെ വൈകിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതാ കണ്ടു കാണാൻ പറ്റത്. ഉള്ളുറക്കായിരുന്നു. അതാണല്ലോ 2 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീച്ച്. ഇല്ലേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടുണ്ടോ? യുവച്ചേട്ടൻ വന്നിട്ട് വന്ന ഉടനെ തന്നെ നെഞ്ചിലൊരു ഒരു വെയിറ്റാണ് എടുത്തിട്ടത്. ഇനി ഫെറി ഇല്ലേ? ഫെറി ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഞാൻ തിരുവനന്തപുരം പോയായിരുന്നു. ഐശ്വര്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പോക്ക് നടക്കൂലായിരുന്നു കേട്ടോ. ഐലാൻഡ് ഫെറി വന്നില്ല. പകരം ഐശ്വര്യ ഓൺ ദ മൊമെന്റ്. ഐശ്വര്യ നിന്റെ തലക്ക് കിട്ടിയിട്ട് ഒരു വട്ടമെല്ലാം കാണുന്നുണ്ട്. ഒരു ചിറക് വട്ടം, ലൈറ്റ് ചെകുത്താനാണോ സംശയമുണ്ടല്ലേ ഐശ്വര്യ? ഒരു സംഭവം എന്തായാലും പൊളിച്ചിട്ടോ. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ ഐശ്വര്യ? പോവാന്ന്. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ നാട്ടിൽ നിന്ന് കാണും. മീറ്റ് അഗൈൻ സൂൺ. പ്ലാൻസ് എല്ലാം നമുക്ക് നടത്തണേ. നാട്ടിലാണ്. നിന്റെ കല്യാണത്തിന് എന്തായാലും നീ വിളിക്കൂല? നമുക്ക് പിന്നെ പെണ്ണില്ലാത്തോണ്ട് കല്യാണം ഉണ്ടല്ലോ. ഇനി ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് എന്നാ ഒരു അഭിജിത്ത് എന്റെ ഏജന്റ് അവര് വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അല്ലാണ്ട് പേഴ്സണൽ ആയിട്ടൊന്നും അറിയില്ല, പക്ഷെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഹരിത മിസ്സിനോട് ചോദിച്ചെന്ന് പറയണേ. അവിടെ കണ്ണീർ വെടിച്ചിട്ട് മുട്ടങ്കാലി ചേട്ടൻ പോയി. അതാ പോയിട്ട് വരാം എല്ലാവരോടും. ഇനി അടുത്ത പ്രാവശ്യം കാണാം. ദിവ്ചേട്ടാ ഇടയ്ക്ക് ഇറങ്ങാം എന്തായാലും. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഓക്കെ, സീ യു. ഓക്കെ. തിരുവനന്തപുരം നമ്മളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. എല്ലാ വീക്കും ഓൾമോസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാറുള്ള സ്ഥലമാണ്. ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഞാൻ ഒന്ന് കറങ്ങി. മൊത്തത്തിൽ നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവൂതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 86 ദിവസം കഴിഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ ആരോടും അങ്ങനെ ഞാനങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരെയും പോയി ഒന്ന് സർപ്രൈസായിട്ട് കാണാനുള്ള പ്ലാനും കൂടി ഉണ്ട്. ഇതൊരു സർപ്രൈസ് എപ്പിസോഡ് കൂടിയാണ്. അപ്പോൾ മാക്സിമം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അടിച്ചു പൊളിച്ച ആൾക്കാരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി കാണണം. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഫുഡ് വന്നു. ഓറഞ്ച് ജ്യൂസും ചിക്കൻ സമ്മറിയും. അപ്പോൾ ഇനി ഫുഡ് അടിയാണ്. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ മഴയുടെ ലക്ഷണം തുടങ്ങിയിട്ടുണ്ട്. സോ മേ ബി ഇവിടുത്തെ ഇറങ്ങുമ്പോഴത്തേനും ചിലപ്പോൾ മഴയായിരിക്കും. മഴയാണെങ്കിൽ ആകെ കടിയും. ഫുള്ള് ലഗേജാണ് കയ്യിലുള്ളത്. സോ നോക്കാം.
പറഞ്ഞ പോലെ മഴ ചതിച്ചു ഗൈസ്. ഇതേ മഴ, ഹെവി മഴ. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച് മഴ കുറയുന്നില്ല. സമയം ഇപ്പോൾ 1 മണിയായി. 2 മണിക്കാണ് ഇവിടുന്ന് ബോട്ട്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ മഴ ദേ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ കവറ് വെച്ചിട്ട് ബാഗ് മൊത്തം കവർ ചെയ്യണം. അതുകൂടാതെ ഷൂ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചെരുപ്പ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെതർ അലേർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ചുമ്മാ. അന്നേരം മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഏറ്റവും ടോപ്പിൽ തന്നെ വെച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇനി ഇവിടുന്ന് ഇനി ജെട്ടി പോയിട്ട് ഇപ്പോൾ മൊത്തം ഏകദേശം നനയും. പക്ഷേ ബാഗ് കവർ ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് കുറച്ച് സേവ് ആയി കിട്ടും. കുറച്ച് ഭാഗം എന്തായാലും നനയും. അത് ബാക്കി റൂമിൽ ചെന്നിട്ട് അവിടെ എവിടെയെങ്കിലും വിരിച്ചിടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ ഇപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് എന്തായാലും കവറൊക്കെ തന്നിട്ടോ. താങ്ക്സ് എന്തായാലും. അങ്ങനെ ഫൈനലി മൊത്തത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കിനകത്ത് കയറി ഗൈസ്. പക്ഷെ തല എന്തായാലും നനയും. അതുകൊണ്ട് ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും മഴ ചതിച്ച് ഇറ്റ്സ് ഓക്കെ. കബി കബി ഐസ ഹോത്താ ഹേ. സോ ഇപ്പോൾ പോയേക്കാം എന്നാലും ഇനി. ഓക്കെ, നമ്മളിപ്പോൾ മഴ നനഞ്ഞു പോവാന്ന്. കുറേ നാളത്തെ ആഗ്രഹം കേട്ടാ ഇത് ലഗേജെല്ലാം ആയിട്ട്. വാവ്, എല്ലാവരും പള്ളിയെല്ലാം കഴിഞ്ഞിട്ടുള്ള തിരക്കും വരുള്ളൂ. ഇതാ വാവ്, മഴ കുട. എന്തായാലും അവിടെ ഇരുന്നത് സമയത്ത് കുറച്ച് ചാർജെല്ലാം ആക്കിയതുകൊണ്ട് ഫോണും ചാർജായി, ഞാനും ചാർജായി. ഭയങ്കര നൈസ് എക്സ്പീരിയൻസ് ആയിട്ടാണ്. എന്തായാലും ഓ മൈ ഗോഡ്, കാറ്റും മഴയും തിരതൂല്. എന്തായാലും അത് നൈസ് എക്സ്പീരിയൻസ് ആയി. നനയേണ്ട മൊത്തം നനഞ്ഞിട്ടാ. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് AC കൂടി ആയതുകൊണ്ട് നല്ല ചേലായിരിക്കും. എൻ്റെ അറിവിൽ ആ ആട്ടിൽ കയറുന്നതിൻ്റെ അവിടെ കാര്യമായിട്ട് ഇരിക്കാനോ സെറ്റപ്പോ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ആൾട്ടാവാം. സമയത്തായതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. എല്ലാവരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകേണ്ട സ്കീമുള്ളത് കൊണ്ട് പള്ളിയിലെല്ലാം പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം. തിരിച്ചറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നൈസ് കിട്ടാ. പ്ലേസെല്ലാം നോക്കിയേ. ആ ഫുള്ള് കാറ്റാടി മരങ്ങളാണ്. എന്തായാലും കൊള്ളാം. 1:30 സമയം. 2:15 ബോട്ട്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. RTL ലൊക്കേഷൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ഈ മഴയെന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പോസിറ്റ് നിന്ന് അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് വരെ നമ്മൾ വീണ്ടും നടക്കണം. സോ നടത്താൻ തന്നെ ഒറ്റയ്ക്ക് വന്ന് കൊടുക്കുക. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ മഴയത്ത് നടക്കാൻ. ഇനി പനി എന്തായാലും വരില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളം നമുക്കൊരു വിഷയമല്ല. പനി വരില്ല. പക്ഷേ ഇനി ഇവിടുന്ന് ഇത്രയും നനഞ്ഞിട്ട് ഇനി AC പോകേണ്ടതെന്നുള്ള ഒരു സ്കീം മാത്രമേ ഉള്ളൂ. അതൊരു 3/4 മണിക്കൂർ അതിലിരിക്കുമ്പോഴത്തേനും ചടയ്ക്കും. അതാണ് പ്രശ്നം. ഇത്രയും കാലം വന്നിട്ട് ഇത്രയും എൻജോയ് ചെയ്തൊരു ട്രിപ്പ് പറയില്ല. വെള്ളം പുറത്തേക്കൂടെ നടുപ്പുറത്തേക്കൂടെ ഒഴുകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ. ഇതാ റോഡെല്ലാം, ഇതാ കടലിൻ്റെ അവസ്ഥ എന്താ ചെട്ടി. ഇതാണ് തിനതു ചെട്ടി. ഏറ്റവും ഭംഗിയുള്ള സ്കീം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ബോട്ടുകളും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ വെള്ളിയാഴ്ച ഇവരെ നമാസും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടേ പോകും. അതിന് വൈകുന്നേരം 7:30 ആവുന്ന സമയത്തായിരിക്കും 7:30-8 മണി. ചില ബോട്ടുകൾ 4 മണി 4:30 മണി. ഇവരെ പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് ഇവർ എഗൈൻ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ കണ്ട ഫുൾ ബോട്ട്, ഓൾമോസ്റ്റ് എല്ലാ ബോട്ടുകളും ഇവിടെ ഉണ്ട്. ഇതണ്ട നമ്മളെ ഇവിടുത്തെ നാട്ടിൽ പ്രത്യേകത നടന്നു പോകുമ്പോൾ വഴിയിൽ ടൂണ ആരോ കൊണ്ടെത്തുന്ന. പേടിക്കണ്ട, അതിൻ്റെ ഉടമസ്ഥന് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ആ ഷെയ്ഡിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആദ്യം വന്ന സമയത്തെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇതുണ്ടായിരുന്നു, ആറ്റുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയത്. കുറച്ച് കാലമായില്ലേ, അതാണ് പറ്റിപ്പോയത്. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഗോ. തിരിച്ച് ഇതാ ഇവിടെ എത്തി. ലഗേജ് സേഫായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിലാണ് ഈ കിടക്കുന്നത് പോകേണ്ടത്. എന്തായാലും മൊത്തം തന്നെ മഴയാണ്. മഴ ഇപ്പോൾ നിന്നിട്ടില്ല കേട്ടോ. ഒരു സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ ഡ്രസ്സ് മാറി ഗൈസ്. ആ കൗണ്ടറിലൊരു പെൺകുട്ടിയുണ്ട്, പക്ഷെ എന്നാലും അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ചങ്ങായി ഒരു ചങ്ങായിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അവൻ നൈസായിട്ട് ഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ സേഫായി. കാരണം പാൻറ് നനഞ്ഞത് വലിയ വിഷയമില്ല.
ബനിയനാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പുറംഭാഗമാണ് ഞാൻ ഇപ്പോൾ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. സോ എന്തായാലും ഇപ്പോൾ സേഫായി. ഇനിയിപ്പോൾ ഇവിടെ 1:42 രണ്ടേ കാലാമത്തിനും ബോട്ട് എടുക്കും. അപ്പോൾ പിന്നെ അതിൽ കയറി സേഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇനി നമ്മളെ സ്വന്തം ഐലൻഡായ വധൂരെത്തി. ഓക്കെ, നമുക്കൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. വ്ളോഗർക്ക് തമിഴ്നാട്ടിലെങ്ങനെ വെല്ലൂർ ഡിസ്ട്രിക്ട്. ஓகே எங்க கூட 2 தமிழ் பசங்க இருந்தாங்க. இந்த வதூருக்கு இங்கே மடவேலி அவங்க வந்து மாத்தான்னு சொல்லுவோம், மாத்தாங்க. அப்புறம் கன்னியாகுமரி அப்படி 2. ഓക്കെ, നമ്മുടെ കൂടെ ദവത് വരാங்க. ഓക്കെ, ആളത്തെ കൂടെ. ഓക്കെ, ഒരു വിധത്തിൽ സമാധാനത്തിൽ നമ്മൾ സെറ്റിലായി. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കയറുന്നേ ഉള്ളൂ. നമ്മുടെ ലക്കി നമ്പറാണെങ്കിൽ 7. സോ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ വിടും. പക്ഷേ ഇപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ. ആ ഡ്രസ്സ് മാറിയത് എന്തായാലും ഭാഗ്യം. ഒരു തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു ആള് ബാക്കിലെവിടെയാണുള്ളത്. വലിയ ബാഗ് ഞാൻ ലഗേജിലിട്ടു, ബാക്കിയുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ചെറിയ ബാഗ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. അതെന്തായാലും ഭാഗ്യം, കാരണം വലിയ ബാഗ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ദേവദൂർ എത്തിയിട്ട് കാണാം. ബൈ.